ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലായിട്ട് ഷൂട്ടിംഗ് നടക്കുന്ന നിങ്ങളുടെ ഒരു സീരിയൽ സെറ്റിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പലതവണ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, പറഞ്ഞുകൂടാ. ഒരുപാട് ഡിയറസ്റ്റ് ബന്ധമുള്ള ഒരു ടീമാണ്. അവിടെ കഥ എഴുതുന്ന എന്നോടൊപ്പം എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എഴുത്തുകാരനാണ്. അയാൾ കഥ എഴുതുന്ന ആളിന് വന്നു. അയാൾക്ക് അന്ന് കൊടുത്തേക്കുന്നത് സീൻ നമ്പർ 174 മുതൽ 176 വരെയുള്ള 3 സീൻ എഴുതിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കാറിനകത്താണ് പോണേ. അവിടെ കൊണ്ട് കൊടുത്തു. ആ തൊട്ട് മുമ്പുള്ള 2 സീൻ എഴുതിയേക്കുന്നത് ഇയാളുടെ ഒരു ബന്ധമുള്ള ഒരാളല്ല. ഞാൻ എന്റെ കൂടെ വന്ന് കഥ എഴുതിയ ആൾ ഇപ്പൊ അത് കേൾക്കുന്നുണ്ടാവും. കൂടെ വന്ന് കഥ എഴുതിയ ആള് പുള്ളി പറഞ്ഞത് പുള്ളി സീരിയൽ ഇഷ്ടപ്പെടുന്ന ആളല്ല. പുള്ളിക്ക് ഒരു കണ്ടന്റ് കൊടുത്തു. ഇതാണ് ഇന്നത്തെ ഒരു ഏകദേശം സാധനം ഇതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അദ്ദേഹമാണ് ആ കഥ ഈ 3 സീൻ എഴുതി കൊടുക്കുന്നത്. മുമ്പ് 2 എഴുതി വേറെ ആളാണ്. ഇതിന് ശേഷം ആ 2 എഴുതിയ ആൾ ഇതിന് ബാക്കി 3 എഴുതാൻ അദ്ദേഹത്തെ ഏർപ്പെടുത്തി വിട്ടു കഴിഞ്ഞു. ശേഷമുള്ളത് വീണ്ടും ഇദ്ദേഹം എഴുതണം. അപ്പൊ ഇദ്ദേഹം ഓക്കെ പറഞ്ഞു പോരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് കുറെ നേരം ഞാൻ ആ സെറ്റിൽ കുറച്ചു നേരം അവർ ഒപ്പം ഉണ്ടായിരുന്നു. കാരണം അതിന്റെ സംവിധായകനും ഞാനോട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേര് പറയുന്നില്ല. അവരാരും കേട്ടാൽ പബ്ലിസിറ്റി അത് പറയുമ്പോൾ സീരിയൽ അറിയുമല്ലോ. അപ്പൊ അതിനകത്ത് കഥ ഇങ്ങനെയാണെന്ന് അറിയുമല്ലോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നേ, ഇതിന്റെ സാങ്കേതികത്വം, അതിന്റെ പിന്നാമ്പുറത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതികത്വം തീർച്ചയായും അത് ഉത്തരവാദികൾ ഇവരല്ല. അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന വലിയ ടീമുണ്ട്. ഇവര് ഇത് ഞാൻ ഈ തോളയിട്ട് അഭിനയിക്കില്ല, ഞാൻ ഈ കമ്മലിടില്ല, മാലയിടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള അവസരത്തിന് പകരം അടുത്ത ആൾ വരാൻ ക്യൂ നിൽക്കുകയാണ്. അടുക്കളയിൽ നിന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഉപ്പും മുളകും എവിടെ കയറും? അരങ്ങത്തേക്ക് കയറും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ കയറാൻ ആൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും സാറേ അനുസരിച്ച് പോകും. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, 323 എപ്പിസോഡ് നമ്പർ എന്നാ എന്റെ ഓർമ്മ. അതിൽ ബിജു സവാർ അഭിനയിച്ചിട്ടില്ല. 5.5 കോടി മനുഷ്യർ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ പോയി നോക്കുക. കണ്ടിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.